ഓണക്കാലമായാൽ പൂവിനൊക്കെ എന്താ വിലയല്ലേ. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൂക്കളെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. എന്നാൽ നമ്മുടെ പൂക്കൾ മോശമാകാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് പൂക്കൾ പറിക്കാൻ തീരുമാനിച്ചു. വീട്ടിലെത്തിയ ഉടനെ കൂടുമായിട്ട് പൂ പറിക്കാൻ ഇറങ്ങി. ഈ പൂക്കൾ ഞാൻ നേരത്തെ കണ്ണുവച്ചിരുന്നതാണ് കേട്ടോ. ഈ പറമ്പ് നിറച്ച് ഈ ചെടിയാണ്. നിറയെ ഇങ്ങനെ മഞ്ഞ പൂക്കളും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ ബന്ദിപ്പൂവിൻ്റെ കളറല്ല. ബന്ദിപ്പൂവ് ഡാർക്ക് മഞ്ഞയും ലൈറ്റ് മഞ്ഞയും ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മഞ്ഞ കളറാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആവശ്യമുള്ള പൂ പറിച്ചതിന് ശേഷം ഒരു റെഡ് കളറിന് വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെഡ് അല്ലി മാത്രം അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇടാമെന്ന് വെച്ചിട്ട് ഞങ്ങളത് പറിക്കുവാണേ. ഈ ചെടി റോഡിൻ്റെ സൈഡിൽ കൂടെ നട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആവേശത്തിനുള്ളത് അതും പറിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും സന്ധ്യയായി കേട്ടോ. പിന്നെ ഞാൻ രാത്രി തന്നെ പൂക്കളം വരച്ചിട്ടു. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ. പിന്നെ പറിച്ചതിലും പാട് ഇത് ഒരുക്കാനാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചതും പറിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാ പൂക്കളും കൂടെ ആകെ ഇത്രയുള്ളേ. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് ഒരുക്കി രാത്രി തന്നെ വെച്ചു കേട്ടോ. എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പം ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് നമ്മൾ പറിച്ച മഞ്ഞപ്പൂവാണ് കേട്ടോ. പിന്നെ ഞാൻ പച്ച നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇലയും അരിഞ്ഞെടുത്തേ. പിന്നെ നമ്മൾ പറിച്ച റെഡ് പൂവില്ലേ, അത് ഇതാട്ടോ. അതരിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കളർ കിട്ടി. അപ്പം ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് പൂക്കളം ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പൂക്കളത്തിൻ്റെ പണി തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് തന്നെ അത് തീർന്നു കേട്ടോ. നല്ല വരച്ചൊക്കെ വെച്ചുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ പൂക്കളം. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമ്മൾ പറിച്ച മഞ്ഞപ്പൂവ്. പിന്നെ കുറച്ച് പൂക്കൾ മിച്ചമുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി മാവേലിയൊക്കെ എടുത്ത് വെച്ചു. ഈ മാവേലിയെ നമ്മൾ മണ്ണ് വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണുക കേട്ടോ. നമ്മുടെ പൂക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഓണസദ്യ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.